അപ്പൊ ഞാൻ അപ്പോഴും ചോദിക്കുന്നു സാർ, ഈ സയൻസിലപ്പം എന്താണ് ആദ്യം ഉണ്ടായത്? അപ്പോഴും പിന്നെ തന്നെ പറയുന്നത് ഉണ്ടായതല്ലടാ, ഇത് ഓൾറെഡി ഉള്ളതാണ് മറുപടി. ഞാൻ പറഞ്ഞല്ലോ, ഒന്നും അപ്പൊ അത് ലോജിക്കില്ലാത്തല്ലേ, ഒന്നും സൃഷ്ടിക്കാൻ കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അവയോടെങ്കിലും ഒരിടത്ത് വെച്ച് പോകണം. സൃഷ്ടി അസാധ്യമാണ്. പിന്നെ നമ്മൾ കാണുന്ന രൂപഭാവ പരിണാമങ്ങൾ. അപ്പൊ എന്തിൽ നിന്ന് രൂപഭാവ പരിണാമത്തിന്റെ ആദ്യത്തെ ആ സൃഷ്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ സാറ് പറയുന്ന ആ സംഗതി എന്താണ്? ആറ്റമാണോ? ആറ്റമൊക്കെ പിന്നെ ഉണ്ടായിരുന്നു. ഏറ്റവും ആദ്യം ഉണ്ടായത് എന്താ? നിൽക്കൂ, ഈ പ്രപഞ്ചത്തിന്റെ മോഡലാണ് ബിഗ് ബാങ്. നിങ്ങൾ ബിഗ് ബാങ്ങിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ എല്ലാത്തിന്റെയും പൊട്ടിത്തെറിയിലൂടെ പൊട്ടിത്തെറിയൊന്നുമില്ല. അതൊരു പൊട്ടിത്തെറി എന്നൊക്കെ നമ്മളുടെ ഓരോരോ ഭാവന. പൊട്ടിത്തെറി ഒരു വലിയ എന്താണ്, ഒരു വികാസം എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. അപ്പൊ ഇത് ഈ പ്രപഞ്ചത്തിന്റെ ചരിത്രമാണ്, ഇതിന്റെ പരിണാമമല്ല. ഇപ്പൊ ഉദാഹരണമായിട്ട് പരിണാമശാസ്ത്രം പഠിക്കുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്? ഒരു ജീവൻ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടായതിനു ശേഷം ഒരു ജീവിവർഗത്തിൽ നിന്ന് മറ്റൊരു ജീവിവർഗത്തിലേക്കുള്ള പരിണാമം, ക്രമാനുഗതമായ DC ബുക്സിന്റെ ഒരു പരിണാമത്തിന്റെ ഒരു പുസ്തകം ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ബ്ലർബായിട്ട് അവിടുന്ന് അവർ എഴുതിയ ഒരു കാര്യം, ഈ ജീവൻ എങ്ങനെ ഉണ്ടായി എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഇന്നും ആർക്കും അറിയില്ല. അതിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ചാൾസ് ഡാർവിൻ ചെയ്തത് എന്നൊക്കെ പറഞ്ഞ ഒരു ബ്ലർബ് എഴുതി വെച്ചു. അപ്പൊ അത് പ്രസിദ്ധീകരണത്തിന്റെ അവസാന ഘട്ടത്തിൽ പ്രിന്റിലേക്ക് പോകുന്നതിന് മുമ്പാണ് ഞാൻ കണ്ടത്. ഞാൻ വിളിച്ചു പറഞ്ഞു, ജീവൻ എങ്ങനെ ഉണ്ടായി എന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം കെമിസ്ട്രിയാണ്. അത് ഡാർവിനും അതുമായിട്ട് യാതൊരു ബന്ധമില്ല. ഡാർവിൻ പറഞ്ഞത് ഒരിക്കൽ ജീവൻ ഉണ്ടായതിനു ശേഷം അതിനുണ്ടായിട്ടുള്ള പരിണാമം, അല്ലെ ഒരു ജീവിവർഗത്തിൽ നിന്ന് മറ്റൊരു ജീവിവർഗങ്ങളിലേക്കുള്ള ഒരു യാത്ര, ഒരു അരയാല് പോലെ. അരയാലിന്റെ വേര്, അതിന്റെ ട്രങ്ക്, ശാഖ, ഉപശാഖ, ഇല, ചില്ല, ഇങ്ങനെ പലതായിട്ട് പോകുന്നു. അപ്പൊ ഇതാണ് ശരിക്കും പരിണാമശാസ്ത്രം. ഇത് രണ്ടാണ്. അപ്പൊ നിങ്ങൾ ഈ ബിഗ് ബാങ് എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിന്റെ ചരിത്രമാണ്. പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്നല്ല ബിഗ് ബാങ് പറയുന്നത്, പ്രപഞ്ചത്തിന്റെ ചരിത്രമാണ്. വ്യത്യാസം മനസ്സിലാവുന്നു. ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഗതി കടന്നു പോയിട്ടുള്ള കാലഘട്ടത്തെ കുറിച്ചുള്ള സമയാനുബന്ധിയായ ഒരു ചിത്രീകരണം. അതാണ്. അപ്പൊ ആദ്യത്തെ മിനിറ്റിൽ ഉണ്ടായ എന്ന് പറയുമ്പോൾ ആദ്യം അവസാനം നടുക്ക് എന്നൊക്കെ പറയണേ ടൈം ഉണ്ടാവണം. ടൈം എന്ന് പറയുന്നത് ദ്രവ്യത്തിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്. ഈ പ്രപഞ്ചത്തിന്റെ തുടക്കം എന്നാണ് നമ്മൾ പറയുന്നത്, അല്ലെ? അപ്പൊ അവിടെ ആ സമയം ഉണ്ടെങ്കിൽ മാത്രമേ, ഇപ്പൊ സമയം ഉദാഹരണമായിട്ട് ഞാൻ പറയാം, താങ്കൾക്ക് ഇപ്പോ 25 വയസ്സ് അല്ലെ, ഇന്നലെ പറഞ്ഞു. ഇപ്പോ ഈ ബിഗ് ബാങ് സമയത്ത് പുറപ്പെട്ട ഒരു ഫോട്ടോൺ, ഒരു ഫസ്റ്റ് ഫോട്ടോൺ, അതിന് എത്ര പ്രായം? ഇപ്പൊ ക്ലിയർ ആയില്ല. അതായത് ബിഗ് ബാങ്ങിന്റെ സമയത്ത് പുറപ്പെട്ട ഉണ്ടായ ഒരു ഫോട്ടോൺ എന്ന് പറഞ്ഞാൽ പ്രകാശത്തിന്റെ കണം, ഫോട്ടോൺ. ബിഗ് ബാങ് സമയത്ത് ആ പറയുന്ന ആ ഒരു നാനോ സെക്കൻഡ് അല്ലെങ്കിൽ ഒരു മൈക്രോ സെക്കൻഡിൽ ഉണ്ടായ ഒരു ഫോട്ടോൺ, ആ ഫോട്ടോത്തിന് നിങ്ങൾ കുട്ടപ്പൻ എന്ന് വിളിക്കുക. കുട്ടപ്പൻ ഇപ്പൊ എത്ര പ്രായം? എനിക്കറിയില്ല. എത്രയാണ് പ്രായം? കുട്ടപ്പന് പ്രായം എന്ന് പറഞ്ഞത് പ്രായമില്ല. അതുകൊണ്ട് ഫോട്ടോൺ എന്ന് പറഞ്ഞാൽ പ്രകാശ വേഗതയിൽ സഞ്ചരിക്കുന്ന കണമാണ്. നിങ്ങൾ പ്രകാശ വേഗതയിൽ സഞ്ചരിച്ചു കഴിഞ്ഞാൽ സമയം അവിടെ നിശ്ചലോ. അപ്പോഴും സാറ് ഞാൻ ചോദിക്കുന്നത് വെറുതെ കളഞ്ഞിട്ട് പോകുന്നത്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. ആദ്യം ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഫോട്ടോൺ എന്ന് പറയുന്ന സാധനം, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് പറയാം. അപ്പൊ ആദ്യം ഉണ്ടായ ഫോട്ടോണിന് പ്രായം ഇല്ല. നിങ്ങൾക്ക് 25 വയസ്സുണ്ട്. അത് ഞാൻ മനുഷ്യനായതുകൊണ്ടും നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഈ കലണ്ടറൊക്കെ വന്നതുകൊണ്ട് എനിക്ക് പ്രായമുണ്ട്. അവിടെ അല്ലെങ്കിൽ പണ്ടത്തെ മനുഷ്യന് പ്രായം. കാര്യങ്ങളുകൊണ്ടാണ്. ഒന്ന്, നിങ്ങൾ ഈ പ്രകാശ വേഗതയിൽ കുറഞ്ഞ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു കണം ആണ്, ഒരു കണമായി. അങ്ങനെ ഞാൻ പറയുന്നത് അല്ല സാർ, ഈ പ്രായം പറയുമ്പോൾ ഈ ശാസ്ത്രം ഇത്രത്തോളം ഇതിലേക്ക് ഇങ്ങനെ വന്നതുകൊണ്ടാണ് നമുക്ക് പ്രായമൊക്കെ ആയതല്ലേ? നമുക്കൊന്നും പ്രായമില്ല. ആദ്യം എന്ന് ചോദിച്ചുകൊണ്ട്, ആദ്യം എന്ന് പറഞ്ഞാൽ ഈ ടൈം ടെമ്പറൽ സീക്വൻസിൽ ഒരു കാര്യം എങ്ങനെ അടുക്കി വെക്കാമെന്നാണ്. ഈ ഈ പറയുന്ന ആദ്യത്തെ ഒരു ഫോട്ടോൺ ഇപ്പോഴും ഈ സമയം അതിനെ സംബന്ധിച്ച് നിശ്ചലമായിട്ട് നിൽക്കുകയാണ്. അതിന് ഈ പറയുന്ന പ്രായം, അതാണ് അതിന്റെ പ്രായം. പക്ഷെ നിങ്ങൾക്ക് 25 വയസ്സായി. നിങ്ങൾ അതിനുശേഷമൊക്കെ എത്രയോ 1300 കോടി വർഷത്തിന് ശേഷം ജനിച്ച ആളാണ്. കാരണം നിങ്ങൾ പ്രകാശവേഗത്തിലല്ല സഞ്ചരിക്കുന്നത്. നിങ്ങൾ ആ ഫോട്ടോൺ ഉണ്ടായ സമയത്തിന് ശേഷം ഈ 1380 കോടി വർഷത്തിന് ശേഷം ഉണ്ടായ ദ്രവ്യത്തിന്റെ ഒരു ചരിത്രമാണ് ഞാൻ പറയുന്നത്. അതാണ് ഈ 25 വയസ്സ്. അപ്പൊ ഈ സമയം എന്ന് പറയുന്നത് റിലേറ്റീവ് ആണ്. അതാണ് ഏറ്റവും വലിയ ആഴം. നിങ്ങൾ ആദ്യം എന്ന് ചോദിക്കുമ്പോൾ തന്നെ ആദ്യം മനസ്സിലുണ്ട്, അബ്സല്യൂട്ട് ടൈം ആണെങ്കിൽ നിങ്ങൾ ആദ്യം, മദ്യം, അവസാനം എന്ന് പറയും. അങ്ങനെയല്ല, റിലേറ്റീവ് ആണ്. ഈ ഫോട്ടോണിന് പ്രായമില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ പ്രകാശ വേഗത്തോട് അടുക്കും തോറും നിങ്ങൾ ഈ ഡയലേഷൻ. ഞാൻ ഈ ഫോട്ടോൺ എന്ന് പറയുന്ന ആദ്യത്തെ വസ്തു എന്നിപ്പോൾ പറയുന്ന സാറ് പറയുന്ന ഈ ബിഗ് ബാങ്ങിലൂടെ ആദ്യം ഉണ്ടാകുന്ന ഈ വസ്തു എന്ന് പറയുന്ന ഈ സാധനം ഒരാൾ സൃഷ്ടിച്ചാണെന്ന് ഞാൻ വിശ്വസിക്കുന്നതിന് എന്താണ് തെറ്റെന്ന് ഞാൻ ചോദിക്കുന്നത്.